എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാചീന കവിത്രയത്തിലെ ചെറുശ്ശേരി എന്ന കവിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായി എഴുത്തച്ഛനെ കുറിച്ചാണ് പറയുന്നത്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് പൂർണ്ണ നാമധേയം എന്ന് പണ്ഡിതമതം. മലയാള ഭാഷാ പിതാവ് എന്ന സ്ഥാനം എഴുത്തച്ഛന് ഉള്ളതാണ്. 16-ാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. എഴുത്തച്ഛന് മലയാള ഭാഷാ പിതാവ് എന്ന സ്ഥാനം നൽകാനുള്ള പ്രധാന കാരണം ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ, ഒപ്പം തന്നെ തൻ്റെ കാവ്യ രചനയിലൂടെ അദ്ദേഹം മുന്നോട്ട് വച്ച ആശയങ്ങളുടെ ഗാംഭീര്യം കൂടിയാണ്. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷ ക്രമക്കണക്കെ ശരണം, ജനങ്ങൾ സമസ്തരും സമ്മതിയാതെ കണ്ടി സമർത്ഥനോതില്ലൊരു വാക്കുപോലും. ഈ വാക്കുകൾ സാക്ഷാൽ കേരള വ്യാസൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുത്തച്ഛനെ കുറിച്ച് പറഞ്ഞതാണ്. ഇത്രയ്ക്ക് അഗ്രിമസ്ഥാനത്ത് ഒരു കവി എത്തിച്ചേരുവാൻ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ടും രചന കൊണ്ടും അദ്ദേഹം നടത്തിയിട്ടുള്ള സംഭാവനകൾ മലയാള സാഹിത്യം, മലയാള കവിതാ സാഹിത്യം എക്കാലവും ഓർക്കേണ്ടതുണ്ട്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പറഞ്ഞ ആ വരികൾ നമുക്കൊന്നുകൂടി കേൾക്കാം. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാ ക്രമക്കണക്കെ ശരണം, ജനങ്ങൾ സമസ്തരും സമ്മതിയാതെ കണ്ട് ഈ സമർത്ഥനോതില്ലൊരു വാക്കുപോലും. ഈ സമർത്ഥൻ എന്ന ആ വിശേഷണം എഴുത്തച്ഛന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ നൽകുന്നതാണ്. തൻ്റെ കാവ്യ രചനയിൽ എഴുത്തച്ഛൻ പുലർത്തിയ നിതാന്തമായ ജാഗ്രത, സസൂക്ഷ്മമായ ശ്രദ്ധ, ധ്യാനത്തോളം പോന്ന അവധാനത, ഇത് മൂന്നും അദ്ദേഹത്തിന് മലയാള ഭാഷാ പിതാവ് എന്ന സ്ഥാനത്തിന് എന്തുകൊണ്ടും അർഹതയുണ്ടെന്ന് കാലാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എഴുത്തച്ഛൻ്റെ കവിതയിൽ മുന്നിട്ട് നിൽക്കുന്ന കുറച്ച് പ്രത്യേകതകൾ നോക്കാം. ആസക്തി, അതിൻ്റെ നേർ വിപരീതമായ വിരക്തി. അധിഭൗതികം, അതിൻ്റെ നേർ വിപരീതമായ ആധ്യാത്മികം. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ വിരക്തിയോടുകൂടിയ ജീവിത വീക്ഷണം, ആധ്യാത്മികമായ ഉയർച്ച, ഇത് രണ്ടും ചേർന്ന ഭക്തിരസം അല്ലെങ്കിൽ ഭക്തിഭാവം. ഭക്തി ഒരു രസം എന്നതിനേക്കാൾ ഭക്തി ഒരു ഭാവമാണ്. ഈശ്വരനെ അന്വേഷിക്കുന്ന മനുഷ്യന്റെ പന്ഥാവാണ് ഭക്തി. അഥവാ മനുഷ്യനും ദൈവവും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഭക്തി. അവിടെ ഭൗതികമായ ഇച്ഛകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. പകരം ആത്മീയമായ ഉണർവുകളാണ് അവിടെ വിഷയമാവുന്നത്. എഴുത്തച്ഛൻ ആധ്യാത്മരാമായണമാണ് എഴുതിയത്. ആത്മീയം, ആത്മീയമായ ഒരു ഉണർവ് ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത എഴുത്തച്ഛൻ തൻ്റെ കൃതിയിലൂടെ അന്നത്തെ സഹൃദയരോട് പറയാൻ ഉണ്ടായ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? 16-ാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങൾ
ഒറ്റ നോട്ടത്തിൽ ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഭക്തി എന്ന ഭാവത്തെ, ആധ്യാത്മികമായ ഉണർവിനെ തൻ്റെ കവിതയിലേക്ക് കൊണ്ടുവന്നത്. അതുവരേക്കും ശ്ലഥമായിരുന്ന ഒരു ഭാഷാ സങ്കല്പത്തെ അല്പമൊന്ന് മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത് ചെറുശ്ശേരിയാണ് 15-ാം നൂറ്റാണ്ടിൽ. ചെറുശ്ശേരിയുടെ മലയാളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതനും പാമരനും ഒരുപോലെ ആസ്വദിക്കാവുന്നതായിരുന്നു. ശാന്തരസ പ്രധാനമായിരുന്നു. അതിൽ ആത്മീയമായ ഒരു ഉണർവിനെ കുറിച്ച് എന്നതിനേക്കാൾ മാധുര്യമൂറുന്ന ഒരു ഭക്തിരസമാണ് അദ്ദേഹം കൃഷ്ണഗാഥയിൽ ആവിഷ്കരിച്ചത്. സുപ്താവസ്ഥയിൽ ആണ്ടുകിടക്കുന്ന ഒരു ജനതയെ ഉണർത്തുവാൻ മധുരരസമൂറുന്ന ഭക്തിഭാവം പോരാ എന്ന് എഴുത്തച്ഛന് അറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹം ചാട്ടവാറുകൊണ്ട് അടിച്ചുണർത്തണം സുപ്താവസ്ഥയുള്ള ഒരു ജനതയെ എന്ന ഉറച്ച ഒരു ചിന്താപന്ഥാവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഷയിലുള്ള ആ ഏറ്റവും സംസ്കൃത ഭാഷയോട് അടുത്തു നിൽക്കുന്ന രചന. ചിലപ്പോഴെങ്കിലും ഒരു വിമർശന ബുദ്ധിയ അദ്ദേഹത്തിന്റെ കൃതികളെ, എഴുത്തച്ഛന്റെ കൃതികളെ സംസ്കൃത ഭാഷാ പ്രചുരിമ എന്ന് പറയാറുണ്ട്. പക്ഷെ എഴുത്തച്ഛൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അതിഭൗതികതയുടെ സുപ്താവസ്ഥയിൽ ആണ്ടുമുഴുകിക്കിടക്കുന്ന ഒരു ജനതയെ വിളിച്ചുണർത്തിയാൽ പോരാ, ചാട്ടവാറിന് അടിച്ചുണർത്തണം എന്ന രീതിക്ക് തൻ്റെ കവിതയിലൂടെ അടിച്ചുണർത്തുകയാണ് അദ്ദേഹം ചെയ്തത്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ, വന്നി സന്തപ്ത എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ ആ രീതി, രചനാരീതി, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, ആസക്തിയുടെ അതിഭൗതികതയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ജനതയെ വിളിച്ചുണർത്തിയാൽ പോരാ, അടിച്ചുണർത്തണം. അതിന് കൃത്യമായ ഒരു രചനാ രീതി തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അത്തരമൊരു രചനാരീതിക്ക് ലളിത മലയാളം പോരാ, കഠിന മലയാളം, അതിനൽപ്പം സംസ്കൃത പ്രചുരിമ അദ്ദേഹം ബോധപൂർവം സ്വീകരിച്ചതാവാം. സാമൂഹിക പശ്ചാത്തലത്തിൽ മറ്റൊരു പ്രധാന ഘടകം അന്നത്തെ നാടുവാഴികൾ തമ്മിലുള്ള കലഹം, വൈദേശിക ആധിപത്യം. വൈദേശിക ആധിപത്യം എന്ന് പറയുമ്പോൾ ആ കാലത്ത് പോർച്ചുഗീസുകാരുടെ ആഗമനം, അവർ ഉണ്ടാക്കിയ സാംസ്കാരികമായുള്ള അപഭ്രംശങ്ങൾ, നിർബന്ധിത മതപരിവർത്തനങ്ങൾ, അതിക്രൂരമായി അവർ ആവിഷ്കരിച്ച ശിക്ഷാരീതികൾ, അങ്ങനെ പലതും കേരളത്തെ ജീവിക്കുവാൻ ഒട്ടും തന്നെ സുഗമമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നു. അതിനാൽ ജീർണാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു ജനതയെ ഉയർത്തുവാനും ഉണർത്തുവാനും ലളിതസുന്ദരമായ ഒരു ഉണർത്തുപാട്ടു പോരാ, അത് ചാട്ടവാറിനുള്ള അടി പോലെ ആത്മാവിനെ തൊട്ടു വിളിക്കുന്ന ഏറ്റവും ആഴത്തിൽ ഏറ്റവും ആർജവമുള്ള ഒരു ഭാഷ തന്നെ വേണം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കാലാതിവർത്തിയായി ഇന്നും തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് എന്ന സ്ഥാനം അലങ്കരിക്കുന്നത്. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പറഞ്ഞ ആ വാക്കുകൾ എത്ര പ്രസക്തമാണ് എന്ന് ഇപ്പോഴും എപ്പോഴും നമ്മുടെ മുന്നിൽ എഴുത്തച്ഛൻ്റെ കാവ്യരചനകൾ കാലാതിവർത്തിയായി നിലനിൽക്കുന്നു. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷ ക്രമക്കണക്കേ ശരണം, ജനങ്ങൾ സമസ്തരും സമ്മതിയാതെ
കണ്ടി സമർത്ഥനോതില്ലൊരു വാക്കുപോലും. എഴുത്തച്ഛൻ്റെ രചനാ രീതിക്ക് ഏറ്റവും സവിശേഷത നൽകുന്ന ഒരു ഘടകമാണ് കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതി, കിളിപ്പാട്ട് രീതി. ഓരോ അധ്യായത്തിലും അദ്ദേഹം കിളിയെ ക്ഷണിക്കുകയും കഥ പറയൂ എന്ന് വളരെ മധുരമായി ആവശ്യപ്പെടുകയും ചെയ്യുന്ന രീതിയിലാണ് അധ്യാത്മരാമായണത്തിന്റെ ഓരോ അധ്യായങ്ങളും തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഈ കിളിയെ കൊണ്ട് കഥ പറയിക്കുന്നത്? പണ്ഡിത മതങ്ങൾ വ്യത്യസ്തമാണ്. ചിലർ പറയുന്നത് കവിക്ക് താൻ പറയുന്ന ജീവിതത്തിലെ ഏറ്റിറക്കങ്ങൾ അറം പറ്റാതിരിക്കുവാൻ വേണ്ടിയാണ് എന്നതാണ്. ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അറം പറ്റുക എന്ന് പറയുന്നത് കവി ജീവിതമാണ് കവിതയിൽ ആവിഷ്കരിക്കുന്നത്. അതിൽ ജയപരാജയങ്ങളുണ്ട്, ദുഃഖവും സന്തോഷവുമുണ്ട്, ശാപവും അനുഗ്രഹവുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏറ്റിറക്കങ്ങളുള്ള സുഖദുഃഖങ്ങളുള്ള ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, കയ്പും സന്തോഷവുമുള്ള ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, തൻ്റെ ജീവിതത്തിൽ അതൊന്നും പറ്റാതിരിക്കാൻ, അറം പറ്റാതിരിക്കാൻ താനല്ലല്ലോ പറയുന്നത്, കിളിയാണല്ലോ പറയുന്നത് എന്ന രീതിക്ക് കിളിയെ കൊണ്ട് കഥ പറയിച്ചു. അത് ഒരു പക്ഷം. മറ്റൊരു പക്ഷമായി പറയുന്നത് ശുകം എന്നത്, ശുകം കിളി, വാഗ്ദേവതയുടെ കയ്യിലുള്ള കിളി, അതൊരു സങ്കല്പമാണ്, അതൊരു കവി സങ്കല്പമാണ്. ഈ വാഗ്ദേവത സാക്ഷാൽ സരസ്വതി ദേവി. വാഗ്ദേവതയുടെ കയ്യിലുള്ള ശുകത്തെ, കിളിയെ, തൻ്റെ അനുഗ്രഹത്തിനായി താൻ നടത്താൻ പോകുന്ന കവിതാരചനയ്ക്ക് വാഗ്ദേവത പ്രീതിക്ക് വേണ്ടി ശുകത്തെ ക്ഷണിക്കുന്നു എന്ന് ഒരു മതം, ഒരു അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായത്തിനും എത്രത്തോളം സാങ്കത്യമുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് എന്തു തന്നെയാണെങ്കിലും അധ്യാത്മരാമായണത്തിൽ ഓരോ അധ്യായത്തിലും ഇങ്ങനെ കിളിയെ ക്ഷണിച്ചുകൊണ്ട് കിളിയോട് കഥ പറയിക്കുന്ന രീതി, അതുകൊണ്ട് തന്നെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന് അറിയപ്പെടുന്നു. മലയാള ഭാഷാ പിതാവ്, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, ഇങ്ങനെ പല പദവികൾ, പല അംഗീകാരങ്ങൾ എഴുത്തച്ഛന്റെ രചനാരീതിയിലൂടെ അദ്ദേഹം നേടിയിട്ടുണ്ട്. അധ്യാത്മരാമായണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നന്ദി.